അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ.പി. വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി എം.എൽ.എ. എ. രാജ. ക്യാത്ത് ലാബ് അടക്കം കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ശരിയാം വിധം ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്ന് എം.എൽ.എ. പറഞ്ഞു. അടിമാലിയിൽ നിന്നും താലൂക്ക് ആശുപത്രി മാറ്റാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത് എന്നും എം.എൽ.എ. അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ക്യാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് 2017-ലാണ്. അടിമാലിയിലും അതുപോലെ മാനന്തവാടിയിലുള്ള ആശുപത്രിയിലും താലൂക്ക് ആശുപത്രി ക്യാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കന്ന് 3,87,00,000 രൂപ അനുവദിക്കുകയും മാനന്തവാടിക്ക് 9 കോടിയോളം രൂപ അനുവദിക്കുകയും ചെയ്തു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇതിൻ്റെ കെട്ടിട പണികളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ TMTയും എക്കോ അടക്കമുള്ള മെഷീനറീസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെടുങ്കണ്ടത്ത് നിന്ന് ഒരു കാർഡിയോളജി ഡോക്ടറിൻ്റെ സേവനം ഒരു ദിവസത്തേക്ക് ഇവിടെ ഉറപ്പാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം DMOയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. നമ്മുടെ ആവശ്യം അദ്ദേഹം ഇവിടെ വരുവാണെങ്കിൽ ഒരു ദിവസം പോലെ ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ ആശുപത്രി അദ്ദേഹം വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇതിൻ്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്റ്റാഫുകളും മറ്റ് ടെക്നീഷ്യനും അതുപോലെ ഈ വന്നിട്ടുള്ള ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ എല്ലാം പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണതോതിൽ നമുക്ക് തുടങ്ങാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല ക്യാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തേക്ക് ക്യാത്ത് ലാബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രവർത്തിക്കണമെങ്കിൽ ഇനിയും 10 കോടിയോളം രൂപ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 10 കോടി രൂപ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10 കോടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഇപ്പം തന്നെ സമ്മർദ്ദം ചെലുത്തും നമ്മൾ പോസ്റ്റ് ഗ്രേഷൻ നടത്തി അടിമാലിയിൽ ഒരു കാർഡിയോളജിക്കൽ സേവനം ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം വരേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണതോതിൽ ഇതിൻ്റെ തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ ഇവിടെ ഒരു ദിവസം സേവന വ്യവസ്ഥയിൽ ഇവിടെ നിയമിച്ചു. അതിനുശേഷം പിന്നീട് മരവിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തു വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ദേവികുളം MLA നിന്ന് ഇത് വിവേചനം കാണിച്ചു എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ചില ആളുകൾ പ്രചരണം നടത്തുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് 2017-ലാണ് ഇവിടെ കൊണ്ടുവരുമ്പോൾ LDFൻ്റെ ഗവൺമെൻറ്റാണ് ഇതിവിടെ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് കെട്ടിടപ്പണി പൂർത്തീകരിച്ചു. മാത്രമല്ല പിന്നീട് 12.5 കോടി രൂപ കൊടുത്ത് ഒരു കെട്ടിടപ്പണിയും കൂടെ ഇതിൻ്റെ മുകൾ ഭാഗത്തായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും 5 കോടി രൂപ ഇടുക്കി പാക്കേജിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാകും. ചില ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചില ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. MLA ഇവിടെ നിന്ന് മാറ്റി താലൂക്ക് ആശുപത്രിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2018-ലാണ് മൂന്നാറിൽ ഒരു ആശുപത്രി പ്രഖ്യാപിക്കുന്നതും ഒരു താലൂക്ക് ലെവൽ ആശുപത്രി, എന്നാൽ താലൂക്കിൽ കിട്ടുന്ന സേവനങ്ങൾ കിട്ടാവുന്ന ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് മാത്രമേ ഗവൺമെൻറ്റോട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ താലൂക്കിൽ ഒരു ആശുപത്രി അത് അടിമാലി താലൂക്ക് ആശുപത്രിയായി തന്നെ നിൽക്കും എന്നുള്ളത് യാതൊരു സംശയവും.